സ്നേഹത്തിൻ പൂന്തന്നലേ, പരിശുദ്ധ ദൈവത്തിൻ മാതാവേ, പാവന സ്നേഹത്തിൻ പൂന്തന്നലേ, പരിശുദ്ധ ദൈവത്തിൻ മാതാവേ, ആവേ 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 മരിയ, ആവേ 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 മരിയ. കഥനത്തിൽ അണയുന്ന കാരുണ്യമേ, കണ്ണീർ തുടയ്ക്കും ആശ്വാസമേ, കഥനത്തിൽ അണയുന്ന കാരുണ്യമേ, കണ്ണീർ തുടയ്ക്കും ആശ്വാസമേ, പുലർകാലത്തിൻ പൊളിയായി തെളിയും പരിപൂജിത ചൈതന്യ പൊൻതാരമേ, പുലർകാലത്തിൻ പൊളിയായി തെളിയും പരിപൂജിത ചൈതന്യ പൊൻതാരമേ, ആവേ 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 മരിയ, ആവേ 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 മരിയ. കഥനത്തിൽ അണയുന്ന കാരുണ്യം, കണ്ണീർ തുടയ്ക്കുന്ന വാത്സല്യം. പ്രിയമുള്ളവരെ, കാർമൽ ഗീതങ്ങൾ ഒരുങ്ങുമ്പോൾ പലയാവർത്തി നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എപ്പോഴും ഈ മാതാവിൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്ന സ്നേഹവും പരിപാലനയും പരിലാളനയും. അതൊക്കെ അല്ലാതെ എന്താ പറയുക? ജീവിതത്തിൽ ഇത്രമാത്രം സ്വാതന്ത്ര്യം നൽകുന്ന, തണലായി നിൽക്കുന്ന ആശ്രയം മറ്റെവിടെയുണ്ട്? മറ്റാരുണ്ട്? അമ്മയെ സ്നേഹിക്കാം, അമ്മയെ ജീവിതത്തിൽ മുറുകെ പിടിക്കാം, അമ്മയോടൊപ്പം മുന്നേറാം. അവിടെ ആ സ്നേഹത്തണലിൻ്റെ കുളിർമ അനുഭവിക്കാം. അതുവഴി യേശുവെന്ന ആ സ്നേഹത്തിൻ്റെ വക്താക്കളായി, സാക്ഷ്യങ്ങളായി മാറുവാൻ ഹൃദയം തുറന്ന് നമുക്ക് ഈ സ്നേഹഗീതി പാടാം.
അപർണ മനോഹരമായൊരു ഗാനം ലയിച്ചിരുന്ന് പാടി. അപർണയുടെ വീട്, പഠനം ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ പ്രേക്ഷകർക്കായി? എൻ്റെ വീട് തൃശ്ശൂരാണ്. ഞാനിപ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പേരൻസ്? പപ്പ, മമ്മി, പിന്നെ എനിക്കൊരു അനിയനാണുള്ളത് വീട്ടിൽ. കുസൃതിയാ? ചെറുതായിട്ട്. അനിയൻ കുസൃതിയാണോ അതോ അപർണ കുസൃതിയാണോ? ഞാനാണ് കുറച്ച് കുസൃതി. അപ്പോൾ മനോഹരമായ പാട്ടിൻ്റെ പല്ലവി ഒന്ന് പറഞ്ഞേ. രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയപ്പോൾ, രാപ്പൂക്കൾ മെല്ലെ മയങ്ങിയപ്പോൾ, ജപമാല നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരു കൊന്ത മുഴുവനും ചൊല്ലി ഞാൻ. ഇത്ര മനോഹരമായി. രചന ആരാന്നാണ്? ആരാ അറിയോ? ജോഷി കണ്ണൂക്കടാച്ചനാണ് എനിക്ക് തോന്നുന്നു. മനോഹരമായ രചന, മനോഹരമായ ആശയമില്ല. രാത്രി എല്ലാവരും ഉറങ്ങിയപ്പോൾ, പിന്നെ രാപ്പൂക്കൾ മെല്ലെ മയങ്ങിയപ്പോൾ, നക്ഷത്രങ്ങൾ തിളങ്ങിയ രാത്രി, ജപമാല കൈകളിലേന്തി ഒരു കൊന്ത മുഴുവൻ ചൊല്ലി. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു പാഠം അതിനകത്തുണ്ട്. കൊന്ത എല്ലാവരുണ്ടോ? തീർച്ചയായിട്ടും. എത്ര നാൾ മുതലേ പാടി തുടങ്ങിയത്? കുഞ്ഞിലെ തൊട്ട് പാടുമായിരുന്നു. മാതാവിനോട് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ജപമാല എപ്പോഴൊക്കെ ചെല്ലാറുണ്ട്? ജപമാല എപ്പോഴും ചൊല്ലും. എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും നമുക്ക് എന്തെങ്കിലും ധൈര്യക്കുറവൊക്കെ വരില്ലേ, ആ സമയത്താണ് ഏറ്റവും കൂടുതൽ കൊന്ത കയ്യിൽ പിടിച്ച് ചൊല്ലാറ്. അപർണ ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നു, കൗമാര യൗവന തലങ്ങളിൽ കടന്നു പോകുന്നു. അപ്പോൾ പപ്പയുണ്ട്, മമ്മയുണ്ട്, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ സുരക്ഷിതത്തിൽ നീങ്ങുമ്പോൾ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും, വലിയ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ വലിയ ടെൻഷൻ ഒന്നും അങ്ങനെ അറിയുന്നുണ്ടാവില്ല. എന്നാൽ എൻ്റെ കുഞ്ഞ് അനുജത്തി എന്ന നിലയിൽ, ചേട്ടായി എന്ന നിലയിൽ എനിക്ക് പറയാൻ പറ്റും, നമ്മുടെ ജീവിത വഴികളിൽ ഇനി വളരുമ്പോൾ, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ, അവിടെ ഈ ജപമാല പ്രാർത്ഥന, അവിടെ പരിശുദ്ധ അമ്മ എന്ന പാഠപുസ്തകം മോക്ക് എന്നും അനുഭവമാകും, എന്നും തണലാകും. കാരണം ജീവിത യാഥാർത്ഥ്യങ്ങളുടെ പച്ചപ്പ് നിസ്സാരമല്ല. ഒരുപാട് പ്രതികൂലതകൾ നേരിടേണ്ടി വരുമ്പോൾ പകച്ചു പോകുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. അപ്പം അവിടെയൊക്കെ നല്ല മാതൃകയായി പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ച് ജപമാലയ്ക്ക് സാക്ഷ്യം നൽകുന്ന ഒരു യുവത്വ വഴിയാണെങ്കിൽ അത് അനുഗ്രഹമായി മാറും. നമ്മൾ ശ്രവിച്ചു, രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയപ്പോൾ, രാപ്പൂക്കൾ മെല്ലെ മയങ്ങിയപ്പോൾ, ജപമാല കൈകളിലെടുത്ത് ഒരു കൊന്ത മുഴുവൻ ഞാൻ ചൊല്ലി എന്നുള്ള ഒരു ആശയം, അതിൻ്റെ ആവിഷ്കാരം ഗാനരൂപേണ. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഇന്നത്തെ രാത്രികൾ, പ്രത്യേകിച്ച് യുവത്വ വഴികളിൽ എത്രയോ യുവത്വ മനസ്സുകളാണ് എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ആധുനിക മാധ്യമങ്ങളുടെ, വാട്സാപ്പ്, ഫേസ്ബുക്ക്, നെറ്റ്, ഇതിൻ്റെയൊക്കെ ദൈവം നന്മയ്ക്കു വേണ്ടി നൽകിയ മാധ്യമങ്ങൾ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പതിനായിരക്കണക്കിന് മക്കൾ. ആ കുഞ്ഞുമക്കളുടെ ഹൃദയങ്ങളിലേക്ക് ദൈവീകത പടർന്നിറങ്ങുവാൻ നാം പ്രാർത്ഥിക്കണം. ജപമാല കരങ്ങളിലേന്തണം. ലോകവ്യാപാരങ്ങളിലും ലോക നേട്ടങ്ങൾക്കും വേണ്ടി പരക്കം പായുമ്പോൾ ഒരു മറുഭാഗമുണ്ട്. ഇന്ന് നമുക്ക് അഭിമാനിക്കാൻ അനേക യുവത്വങ്ങൾ മറുഭാഗത്തുണ്ട്. നന്നായി പ്രാർത്ഥിക്കുന്ന, നന്നായി ജപമാല ചൊല്ലുന്ന, നന്നായി പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്ന അനേകം യുവജനങ്ങൾ മറുഭാഗത്ത് ദൈവം ഒരുക്കുന്നുണ്ട്. അതൊരു പ്രത്യാശാഭരിതമായ കാര്യമാണ്. എന്നാൽ നല്ല ശതമാനവും വളരെ ഭയാനകമായ തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം തിരിച്ചറിയുക, കർത്താവിൻ്റെ കരുണയ്ക്കു വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കേണ്ട ദിനങ്ങൾ ഇനി ഏറെ പ്രാധാന്യമർഹിക്കുന്നു. രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ മനസ്സാവുന്ന സ്നേഹ ആശയം ഈ കുഞ്ഞനുജത്തി പങ്കുവെച്ചു പാടി. ഇവിടെ അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അവശേഷിക്കട്ടെ, നമ്മുടെ എല്ലാ യുവത്വ ഹൃദയങ്ങളെയും
ബാലകൗമാര മനസ്സുകളെയും ഓർത്ത് അവരുടെ നന്മയാർന്ന വഴികളിലേക്ക് കർത്താവെ കരുണയായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഈശോയെ നന്മയിൽ വളർത്തിയ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ കൊടുത്ത് ആ വിമലഹൃദയത്തിൽ സമർപ്പിച്ച് നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കാം.
പറഞ്ഞോളെ ഈ ചരണം പാടിയില്ലേ, അതൊന്ന് വായിച്ചേ, പാടണ്ട, ഒന്ന് വായിച്ചേ. ജപമാല ചൊല്ലുമ്പോൾ തകർന്നടിഞ്ഞിടുന്നു ഘോരാന്ധകാരത്തിൻ ശക്തി. അതിന്റെ അർത്ഥം മനസ്സിലായോ? പൈശാചിക ശക്തികളെല്ലാം. ഇത് പരിശുദ്ധ അമ്മ വിശുദ്ധ ഡോമിനിക്കിന് ജപമാല നൽകി പറഞ്ഞ കാര്യമാണ്. ജപമാല നൽകി പറഞ്ഞു, ജപമാല പ്രാർത്ഥന ഭക്തിയോടെ ചൊല്ലുമ്പോൾ അന്ധകാര ശക്തികളുടെ കോട്ട തകർന്നു പോകും. ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇതിൻ്റെയൊക്കെ പ്രാധാന്യം, അതിൻ്റെ ആഴങ്ങളിൽ ജനങ്ങൾക്ക് എത്രമാത്രം അറിയാമെന്നറിയില്ല, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക്. സത്യത്തിൽ വിശുദ്ധിയിൽ വളരാൻ, വിവേകത്തിൽ ഉണരാൻ, നന്മയിൽ പുലരാൻ, വിനയത്തിൽ പ്രശോഭിക്കാൻ ഒക്കെ പരിശുദ്ധ അമ്മ നൽകിയ ഈ ആയുധം ഒരുപാട് സഹായിക്കും. ഇനി വീണ്ടും അടുത്ത ഭാഗം എങ്ങനെയാ പറഞ്ഞത്? ജപമാല ഭക്തി അതെങ്ങും പ്രകീർത്തിച്ചു പാടും ഞാൻ മാതാവേ സ്വസ്തി. അതായത് കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് പേരുടെ മുമ്പിൽ അപർണ പറയുക ചെയ്തത്, ജപമാല ഭക്തി എങ്ങും പ്രകീർത്തിച്ച് ഞാൻ മാതാവിനെ പ്രകീർത്തിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി അത് പിൻവലിക്കാൻ പാടില്ല. കോളേജിൽ പഠിക്കുന്ന ഇടങ്ങളിൽ, ഇടവകളിൽ, സ്വന്തം കുടുംബത്തിലൊക്കെ ഈ ജപമാല മുറുകെ പിടിക്കുക. അതാണല്ലോ ജപമാല കൈകളിൽ ഏന്തി ഞാൻ പാടി, ജപമാല റാണി സ്വസ്തി, ജപമാല പ്രാർത്ഥനയിൽ ആശ്വാസം തേടി, ജപമാല പ്രാർത്ഥന ആണൻ ശക്തി. അല്ലേ? അതൊരു പ്രഘോഷണമാണ്. പ്രിയമുള്ളവരെ, ജപമാല ചൊല്ലിയാൽ അതെങ്ങനെയാ ശക്തിയായി മാറുന്ന ചിന്തിക്കും. പരിശുദ്ധാത്മാവല്ലേ ശക്തി? തിരിച്ചറിയുക, ജപമാല ചൊല്ലുമ്പോൾ ഇത് നമ്മുടെ ഈശോയുടെ ജനനവും ജീവിതവും പീഡാസഹനവും മരണവും സംസ്കാരവും ഉത്ഥാനവും ഒക്കെ നമ്മൾ ധ്യാനിച്ച് ചിന്തിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാപത്തെയും മരണത്തെയും തോൽപ്പിച്ച് ഉത്ഥിതനായ കർത്താവിൻ്റെ ആ ശക്തി, പരിശുദ്ധാത്മശക്തി നമ്മളിൽ നിറയുവാൻ കാരണമാകുന്ന ശക്തമായ ആയുധമാണ് ജപമാല. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി, ജപമാല പ്രഘോഷിക്കുന്ന സാക്ഷികളായി മാറി അങ്ങനെ പരിശുദ്ധ ത്രിത്വത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയാകട്ടെ. കരങ്ങൾ കൂപ്പാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ നല്ല ദൈവമേ, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആനന്ദ വിഷയമായ പരിശുദ്ധ മറിയത്തിൻ്റെ മക്കളായി, നല്ല ദൈവമേ, അവിടുത്തെ സ്നേഹ മക്കളായി ഞങ്ങൾ ചേരുമ്പോൾ അമ്മ എന്നും ഞങ്ങളുടെ കരം പിടിച്ച് അവിടുത്തെ പരിശുദ്ധാത്മശക്തിയാൽ ഉജ്ജ്വലിപ്പിക്കട്ടെ. പരിശുദ്ധ അമ്മേ, മേരിനാഥേ, ജപമാല റാണി, എവിടെയും ജപമാല ഭക്തി പ്രഘോഷിക്കുവാൻ, പ്രചരിപ്പിക്കുവാൻ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങനെ അമ്മയുടെ തിരുപുത്രന് എന്നും മഹത്വം നൽകി നല്ല മക്കളായി വിശുദ്ധിയിൽ പുലരുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.